Okay, next question will come. A water treatment plant treats 6,000 meter cube of water per day. As a part of the treatment process, discrete particles are required to be settled in clarifier. A column test indicates that an overflow rate of 1.5 meter per hour would produce the discrete removal of particle through settling in clarifier having a depth of 3 meter. The volume of the required clarifier in meter cube round off to one decimal place would be. അപ്പോൾ വോള്യൂം ഓഫ് ക്ലാരിഫയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം എന്താണ് വോള്യൂം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വോള്യൂം എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ ഇൻറ്റു ഡെപ്ത് ആണ്. ഓക്കെ, വോള്യൂം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ഡെപ്ത് ആണ്. ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അത് ജസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു റഫ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് വാട്ടർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 6,000 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് റഫായിട്ട് നമുക്കറിയാം ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ്. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6,000 മീറ്റർ ക്യൂബ് പെർ ഡേ ആണ്. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ ഡേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ് മീറ്റർ ക്യൂബ് പെർ ഡേ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ ഡേനെ നമ്മൾ എന്താണ് അവറിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അവറിൽ കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 24. ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് ഓവർഫ്ലോ റേറ്റ് എത്ര എന്നുള്ളത് 1.5 മീറ്റർ പെർ അവർ. ഓക്കെ, 1.5 മീറ്റർ പെർ അവർ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബൈ 1.5. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 166.66 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സർഫസ് ഏരിയ നമുക്ക് കിട്ടി. വോള്യൂം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 3 മീറ്റർ. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് 166.6 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 500 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 500 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും വോള്യൂം. ക്ലിയർ ആണല്ലോ. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? A rapid sand filter comprising a number of filter bed is required to produce 99 mld of potable water. Considered water loss during backwashing as 5%, rate of filtration as 60 meter per hour, and length to width ratio of filter bed as 1.35. Width of each filter bed is to be kept equal to 5.2 meter. One additional filter bed is to be provided to take care of breakdown, repair and maintenance. The total number of filter beds required will be 19 ആണോ 20 ആണോ 21 ആണോ 22 ആണോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് 99 mld ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 99 mld ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അഗെയിൻ നമുക്ക് സെയിം ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, ഇവിടെ എത്രയാണ്? 99 mld ആണ് നമ്മുടെ പോർട്ടബിൾ വാട്ടർ. 99 mld ആണ് നമ്മുടെ പോയിന്റ് ഓഫ് നമ്മുടെ പോർട്ടബിൾ വാട്ടർ. അതേപോലെ വാട്ടർ ലോസ് എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? വാട്ടർ ലോസ് എന്ന് പറയുമ്പോൾ 5% റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആസ് 60 മീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ലോസ് എന്ന് പറയുമ്പോൾ 5% ആണ്. ഓക്കെ, വാട്ടർ 5% ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് 0.05x ഈക്വൽ ടു 99. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 95% ആണ് നമുക്ക് ലോസ് ആവുന്നത്. ഓക്കെ, ബാക്കി എത്രയാണ്? 95.95% നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് എത്രയാണ്? 99 mld. ലിറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁶. നമ്മൾ മീറ്റർ ക്യൂബിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ ക്ലിയർ ആണല്ലോ. ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 0.95 ഇൻറ്റു എന്താണ്? നമ്മൾ ഇത് mld ആണ്, പെർ ഡേ ആണ്. അപ്പോൾ നമുക്ക് അവറിൽ കൺവേർട്ട് ചെയ്യാൻ 24 ഇൻറ്റു നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ളത് 60. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആയ 60 മീറ്റർ പെർ അവർ. ഓക്കെ, 60 മീറ്റർ പെർ അവർ. അപ്പോൾ ഇൻറ്റു 60 മീറ്റർ പെർ അവർ. ഓക്കെ,
അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ അവറിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അവറിൽ കൺവേർട്ട് ചെയ്തു. 60 മീറ്റർ പെർ അവർ, അത് നമ്മൾ അവറിലാണ്. സോ അവറിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 72.368 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 72.368 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്, വേറെ എന്താണ് തന്നിട്ടുള്ളത്? L/B റേഷ്യോ. L/B റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്? 1.35. ഓക്കെ, L/B റേഷ്യോ 1.35 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാം. L/B റേഷ്യോ ഇസ് ഈക്വൽ ടു 1.35. ഓക്കെ, അതേപോലെ ഇവിടെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? 5.2 മീറ്റർ. ഓക്കെ, വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5.2 മീറ്റർ. ഓക്കെ, വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 5.2 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നത്. ലെങ്ത് ഈക്വൽ ടു എത്രയാണ്? ലെങ്ത് എന്ന് പറയുമ്പോൾ 1.35 ഇൻറ്റു 5.2. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഓക്കെ, അതേപോലെ ഫിൽട്ടർ ഏരിയ. ഫിൽട്ടർ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഫിൽട്ടർ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 1.35 ഇൻറ്റു 5.2. അത് നമ്മളിപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? അഗെയിൻ 5.2. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫിൽട്ടർ ഏരിയ നമുക്ക് കിട്ടും. എത്രയാണ് നമുക്ക് ഫിൽട്ടർ ഏരിയ കിട്ടുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിൽട്ടർ ഏരിയ കിട്ടും. എത്രയാണ്? 36.5 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ ഏരിയ നമുക്ക് കിട്ടി. ഞാൻ 1 എന്ന് എഴുതണം. സർഫസ് ഏരിയ 1 എന്ന് എഴുതുക. ഫിൽട്ടർ ഏരിയ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫിൽട്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് ഫിൽട്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഫിൽട്ടർ ബെഡ്സ് റിക്വയർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഫിൽട്ടർ ബെഡ്സ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സർഫസ് ഏരിയ അറിയാം, അതേപോലെ ഫിൽറ്ററിന്റെ ഏരിയ അറിയാം. അപ്പോൾ നമ്പർ ഓഫ് ബെഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ഫിൽട്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സർഫസ് ഏരിയ, ഇനീഷ്യൽ ആയിട്ടുള്ള സർഫസ് ഏരിയ എത്രയാണ്? 72.368. 72.368 ഡിവൈഡഡ് ബൈ ഒരു ഫിൽറ്ററിന്റെ ഏരിയ 36.5. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫിൽറ്റർ, അപ്പോൾ ടോട്ടൽ ഫിൽറ്ററിന്റെ ഏരിയ നമുക്ക് അറിയാം, അതേപോലെ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ നമുക്കറിയാം. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ 1.98 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നിയർ അബൌട്ട് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 2 എന്ന് നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. പ്ലസ് നമുക്ക് എന്താണ്? 2 ആണ്, അതേപോലെ 1 നമുക്ക് സ്റ്റാൻഡ് ബൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? 3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് വരുന്നത്. ഓക്കെ, 3 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് വരുന്നത്. ഇവിടെ ഓപ്ഷൻസ് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട. ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് 2 അതേപോലെ 3 നമുക്ക് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A flocculation tank contains 1800 meter cube of water, which is mixed using pedals at an average velocity gradient G of 100 per second. Water temperature and the corresponding dynamic viscosity are 30 degrees Celsius and 0.798 into 10 raised to minus 3 Newton second per meter square respectively. The theoretical power required to achieve the stated value of G in kilowatt up to 2 decimal places is. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പവറിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. തിയറട്ടിക്കൽ പവർ റിക്വയർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഫോർമുല മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഫോർമുല നമുക്കറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർമുല നമുക്കറിയാം എന്താണ്? G ഈക്വൽ ടു √P by viscosity term into volume. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ G സ്ക്വയർ ഇൻറ്റു വിസ്കോസിറ്റി ടേം ഇൻറ്റു വോള്യൂം. ഓക്കെ, അപ്പോൾ G എത്ര തന്നിട്ടുള്ളത്? G 100. G നമുക്ക് 100 തന്നിട്ടുണ്ട്. വിസ്കോസിറ്റി ടേം എത്രയാണ്? 0.798 into 10 raised to minus 3. 0.798 into 10 raised to minus 3 into വോള്യൂം എത്രയാണ് തന്നിട്ടുള്ളത്? വോള്യൂം നമുക്ക് തന്നിട്ടുണ്ട് 1800. ഓക്കെ, 1800. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും ഇൻ കിലോ വാട്ട്സ്. ഇപ്പോൾ 14.36 കിലോ വാട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
14.36 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 14.36 കിലോവാട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് നോട്ടിൻ്റെ ഏതാണ്? ഈ ഫോർമുല നമുക്കറിയാമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A municipal corporation is required to treat 1000 meter cube per day of water. It is found that an overflow rate of 20 meter per day will produce a satisfactory removal of the discrete suspended particles at a depth of 3 meter. The diameter in bracket in meter rounded to nearest integer of a circular settling tank designed for the removal of these particle would be. എത്ര എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ മെയിൻലി സ്ലോ ആയിട്ട് റീഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ നമ്മൾ സ്ലോ ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതും അഗൈൻ സെയിം ഫോർമുലയാണ്. എന്താണ്? സർഫസ് ഏരിയ. സർഫസ് ഏരിയയുടെ ഫോർമുലയാണ് സർഫസ് ഏരിയ ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ നമ്മുടെ എന്താണ്? ഓവർഫ്ലോ റേറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്ചാർജ് എത്രയാണ് തന്നിട്ടുള്ളത്? 1000 ആണ് ഡിസ്ചാർജ് തന്നിട്ടുള്ളത്. ഓവർഫ്ലോ റേറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ഓവർഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20 അല്ലേ? ഓവർഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20. ഇവിടെ കാണാൻ പറ്റും 20 മീറ്റർ പെർ ഡേ ആണ് ഓവർഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 50 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 50 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടി 50 മീറ്റർ. നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിച്ചത്. സർക്കുലർ സെറ്റിലിംഗ് ടാങ്കിന്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 50. അപ്പം ഇവിടെ നമുക്ക് ഡീൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 7.98 മീറ്റർ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 7.98 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇത്ര വലിയ പാരഗ്രാഫ് ആണെന്ന് തോന്നും, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് എന്താണ് ചോദിക്കുന്നത്? A water treatment plant capacity 1 meter cube per second has filter boxes of dimension 6 into 10 meter. Loading rate to the filter is 120 meter cube per day per meter square. When 2 of the filters are out of service for backwashing, the loading rate is. Loading rate ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അഗെയിൻ സർഫസ് formula, surface area formula. Surface area is equal to discharge by rate of filtration. Discharge എന്ന് പറയുമ്പോൾ എന്താണ്? 1 meter cube per second. ഓക്കെ, 1 meter cube per second. ഓക്കെ, ഡിവൈഡ് ബൈ നമ്മുടെ ലോഡിങ് റേറ്റ് എത്രയാണ്? 120 meter cube per day per meter square. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് നമ്മൾ ഡേയ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്മൾ ഡേയ്സിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 86400. ഓക്കെ, കൺവേർട്ടഡ് ടു പെർ ഡേ. നമ്മൾ പെർ ഡേ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 86400 എന്ന് വരും. ഓൾറെഡി ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ എഴുതിയത് 86400 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 720 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. 720 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടി. മനസ്സിലായി? ഓക്കെ, ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടി. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ്. അഗെയിൻ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? ടോട്ടൽ ഏരിയ ബൈ ഫിൽട്ടർ ഏരിയ. ടോട്ടൽ ഏരിയ ബൈ ഫിൽട്ടർ ഏരിയ. ടോട്ടൽ ഏരിയ എത്രയാണ്? 720. ഫിൽറ്ററിന്റെ ഏരിയ എത്രയാണ്? ഫിൽറ്ററിന്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട് 6 into 10. ബാക്സ് ഫിൽട്ടർ ബോക്സസ് ഓഫ് ഡയമെൻഷൻ 6 into 10. ഓക്കെ, ഫിൽറ്ററിന്റെ ഏരിയ എത്രയാണ്? 6 into 10. ഓക്കെ, അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 12 നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ അഗെയിൻ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ടു ഓഫ് ദ ഫിൽറ്റേഴ്സ് ആർ ഔട്ട് ഓഫ് സർവീസ്. 2 ഫിൽറ്റർ ഇതിൽ ഔട്ട് ഓഫ് സർവീസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫിൽറ്റർ എത്ര ആയിരിക്കും? 12 minus 2, അതായത് 10. ഇപ്പോൾ നമ്പർ ഓഫ് വർക്കബിൾ കണ്ടീഷനിൽ എത്രയാണ്? 10 ആണുള്ളത്. ഓക്കെ, 10 ആണ് നമുക്ക് വർക്കബിൾ കണ്ടീഷനിൽ ഉള്ളത്. അപ്പോൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്തായിരിക്കും? റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇസ് ഈക്വൽ ടു Q0 by സർഫസ് ഏരിയ. ഓക്കെ, Q0 by സർഫസ് ഏരിയ. അപ്പോൾ Q0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 meter cube per second. അഗെയിൻ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ഡേയ്സിൽ.
686,400. അപ്പോൾ പെർ ഡേ ബേസിൽ നമുക്ക് കിട്ടി. സർഫസ് ഏരിയ നമ്മൾ ചെയ്യണം. നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് എത്രയാണ്? 10. ഓക്കെ, ഇൻറ്റു സർഫസ്, നമ്മുടെ ഫിൽറ്ററിന്റെ ഏരിയ ഫിൽറ്റർ എത്രയാണ്? 10 ഇൻറ്റു 6 അല്ലെങ്കിൽ 6 ഇൻറ്റു 10. ഓക്കെ, ഇത് നമ്പർ ഓഫ് ഫിൽറ്റർ ആണ്. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഫിൽറ്റർ ആണ്. ഓക്കെ, ഇൻറ്റു 6 ഇൻറ്റു 10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 144 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 144 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. 144 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 144. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം.